പ്രൈസ് ദി ലോർഡ്. യാക്കോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ യാക്കോബ് കടന്നുപോയതായ ചില പ്രശ്നങ്ങൾ, ലാവാന്റെ ഭവനത്തിലേക്കുള്ള യാത്രയിൽ 2-3 ദിവസം യാത്ര ചെയ്തു. എന്നാൽ സഹായിപ്പാൻ ആരുമില്ലാത്ത വ്യക്തിയാണോ നീ? യാക്കോബ് യാത്ര തുടർന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവൻ കണ്ടത്, അവനെതിരായിട്ട് ഒരു കല്ല് നിൽക്കുന്നു. അവന് കടന്നു പോകാൻ കഴിയുന്നില്ല. അവൻ ആ കല്ലിനെ എടുത്ത് തലേണയാക്കി. ഇന്ന് പകൽക്കാലം നിനക്ക് മുമ്പിൽ വഴി അടയപ്പെട്ട ഏതെങ്കിലും വിഷയമുണ്ടോ? ഒരിക്കലും നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഈ കല്ലാണ് എൻ്റെ തടസ്സമെന്ന് അടമനകടകലാതി, കക്ഷക്കടകല, സന്തൽക്കടകലാതി, റീമനകടകലാതി നിനക്ക് തോന്നുന്നുണ്ടോ? കല്ല് മൃദുവാക്കുവാൻ, തലയണയാക്കുവാൻ ദൈവത്തിന് കഴിയും. അന്നവൻ ആ രാത്രിയിൽ കല്ലേലല്ല കിടന്നത്, ദൈവത്തിൻ്റെ കരത്തിലായിരുന്നു അന്നവൻ കിടന്നത്. ശന്തൽ പ്രബലമാനതകടകലാതി ദൈവം അവനെ സംരക്ഷിക്കുമായിരുന്നു. അന്ന് രാത്രികാലം മുഴുവനും സ്വർഗീയ ദൂതന്മാരെ ഇറക്കി ഭൂമിയിലേക്ക് ഇറങ്ങുന്നതും ഭൂമിയിലേക്ക് കയറുന്നതും അവന് അവിടെ അങ്ങനെ വായിക്കുന്നുണ്ടെങ്കിലും തലോണയല്ലായിരുന്നു. ദൈവത്തിൻ്റെ പാദപീഠത്തിലെ ദൈവത്തിൻ്റെ കരത്തിൽ അന്ന് രാത്രി മുഴുവനും അവൻ ഉറങ്ങുവാനിടയായി. പക്ഷെ അതുമാത്രമല്ല, സംരക്ഷണത്തിന് പട്ടാളമായിട്ട് കർത്താവ് ദൂതന്മാരെ ഇറക്കിക്കൊടുത്തു. സെക്കരിയ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് പട്ടാളമായിട്ട് ഇറങ്ങി വരുമെന്ന്. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തിയാണോ എൻ്റെ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്? അഡമനകടകൽ പ്രബലാതി, കക്ഷക്കടകല, സന്തരാതി നിനക്ക് മുന്നോട്ട് പോകുവാൻ തടസ്സമായിട്ട് ഏതെങ്കിലും വ്യക്തി നിൽക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ ഏതെങ്കിലും അടമനകടകലാതി ശക്തി നിന്നെ മുന്നോട്ട് വിടുവാൻ കഴിയാതെ വണ്ണം പോരാടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. ശന്തൽ പ്രബല മാനത കടകലാതി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഒരിക്കലും കൈവിട്ടതായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല, ലോക കേൾവിയുമില്ല. ദൈവജനമേ, അടമനകടകൽ പ്രബലാതി പിന്മാറിപ്പോയ ഒരു വ്യക്തിയാണോ നീ? അന്തൽക്കടകല റിബല ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയുന്നില്ലെന്ന് പിറുവിറുക്കുന്ന വ്യക്തിയാണോ? എങ്കിലിതാ സ്വർഗം തുറന്നൊരു കോപേണി താഴേക്ക് വരുന്ന ദർശനം ഒരു യാക്കോബ് പ്രാപിച്ചതുപോലെ നീ ഇന്ന് പകൽക്കാലം പ്രാപിപ്പാൻ ശക്തനായ ഒരു ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം നീ മറന്നു പോകരുത്. അടമനകടകലാതി, അക്ഷക്കടകല, സന്തൽ നിന്റെ മട്ട് ഇറങ്ങട്ടെ എന്ന്. അന്തൽക്കടകല, റീമനകടകലാതി, ഏലി അന്തൽക്കടകല, റീമനകടകലാതി ആ സ്ത്രീയോട് പറഞ്ഞു. എന്നാൽ അവൾ പറഞ്ഞു, യജമാനനെ, ഞാൻ ഇടമനെ മത്തുപിടിക്കുവാൻ ഞാൻ ലഹരി തിന്നവളല്ല, കുടിച്ചവളല്ല. ഞാൻ എൻ്റെ കർത്താവുമായിട്ട് ഒരു ബന്ധത്തിലായിരിക്കുന്നു. അതേപോലെ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവജനമേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവജനമേ,